എന്താണ് റെസിലിയൻസ്? ഒരാളുടെ പ്രതിരോധ ശേഷി, അതായത് രോഗപ്രതിരോധ ശേഷിയല്ല, സാഹചര്യങ്ങളുമായി മല്ലിട്ട് നിൽക്കാനുള്ള, വഴക്കടിച്ച് നിൽക്കാനുള്ള, സ്ട്രോങ് ആയി നിൽക്കുവാനുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ് റെസിലിയൻസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ റെസിലിയൻസ് എന്താണ് എന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം എന്നോട് ചോദിക്കുവാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. എന്താണ് റെസിലിയൻസ്? നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും മറ്റ് പ്രതികൂല ഘടകങ്ങളെയും അതിജീവിച്ച് വളരെ മാനസിക സംയമനത്തോടുകൂടി മുന്നോട്ട് പോകാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ പറയുന്ന റെസിലിയൻസ്. നമുക്ക് വേണമെങ്കിൽ അതിനെ മാനസികമായ പിടിച്ചു നിൽപ്പ് എന്നോ, മാനസികമായ പ്രതിരോധ ശേഷി എന്നോ, മാനസികമായി കാര്യങ്ങളെ അതിജീവിക്കുവാനുള്ള, സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള കഴിവ് എന്നോ വിശേഷിപ്പിക്കാം. റെസിലിയൻസ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായേക്കാവുന്ന പരാജയങ്ങൾ, തിരിച്ചടികൾ, ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇവയിലൊന്നും തളരാതെ വളരെ ഭംഗിയായി മുന്നോട്ട് പോകാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ നമുക്ക് റെസിലിയൻസ് എന്ന് വിളിക്കാം. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ അതിനെ പ്രതിരോധിച്ച് മനോബലം തളരാതെ സ്ട്രോങ് ആയി മുന്നോട്ട് പോകുവാനുള്ള കഴിവിനെ നമുക്ക് റെസിലിയൻസ് എന്ന് വിളിക്കാം. ഈ റെസിലിയൻസ് ഉള്ള ആളുകൾക്ക് പരാജയം ഒരു കാരണവശാലും അവസാനം എന്നുള്ള രീതിയിൽ കാണാനാവില്ല. എൻ്റെ പരിശ്രമങ്ങൾ അവസാനിച്ചു, ഇനി ഞാൻ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നില്ല എന്ന രീതിയിൽ കാണാൻ കഴിയില്ല. പകരം ഈ റെസിലിയൻസ് ഉള്ള ആളുകൾ പരാജയങ്ങളെ എപ്പോഴും വിജയത്തിൻ്റെ ഒരു ചവിട്ടുപടിയായി കാണും. മുന്നോട്ട് പോകാനുള്ള ഊർജം അവർക്ക് പ്രദാനം ചെയ്യുന്നത് പലപ്പോഴും ഈ പരാജയമായിരിക്കാം. റെസിലിയൻസ് എന്നുള്ളത് ഒരു ജന്മന ഉണ്ടാവുന്ന ഒരു കഴിവല്ല. നമ്മൾ മുന്നോട്ട് പോകും തോറും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നു, കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, കൂടുതൽ കൂടുതൽ രീതിയിൽ പരാജയങ്ങൾ അനുഭവിക്കുന്നു, കൂടുതൽ കൂടുതൽ സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നു. ഓരോ പരാജയങ്ങളും ഓരോ സമ്മർദ്ദങ്ങളും പുതിയ പുതിയ രീതികൾ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ നമ്മളെ അങ്ങനെയുള്ള കഴിവുള്ളവരാക്കുന്നു നമ്മളെ. അതുവഴി നമുക്ക് എപ്പോഴും റെസിലിയൻസ് എന്നുള്ളത് ബിൽഡപ്പ് ചെയ്തെടുക്കുവാനുള്ള ഒരു കഴിവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് റെസിലിയൻസ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാവുന്നതാണ്. ജീവിതത്തിൽ പരാജയങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങളെ ഉൾക്കൊണ്ട് ആ പാഠങ്ങളെ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മൂലധനമായി കരുതി, അസറ്റായി കരുതി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ഈ റെസിലിയൻസ്. ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ, നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അതിനെ പോസിറ്റീവായി കാണുവാനുള്ള, ഇതെൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട മുന്നോട്ട് പോകാനുള്ള ഒരു തിരിച്ചടിയായിട്ടല്ല, പകരം എനിക്കൊരു ഊർജമായി കാണുവാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ നമുക്ക് റെസിലിയൻസ് എന്ന് വിളിക്കാം. ഈ റെസിലിയൻസ് നല്ലപോലെയുള്ള വ്യക്തികൾ ഒറ്റയ്ക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കാറില്ല. അവരെപ്പോഴും മറ്റുള്ളവരുടെ സഹായം തേടും. കാരണം മറ്റുള്ളവരുടെ സഹായം തേടുന്നത് അവർക്കറിയാം കുറച്ചുകൂടി പരന്ന ചിന്താഗതി കൊണ്ടു നടക്കുവാൻ നമ്മളെ സഹായിക്കുന്നു. കുറച്ചുകൂടി കൂടുതൽ ആംഗിൾ നമുക്ക് കാര്യങ്ങളിൽ കാണാൻ നമുക്ക് സാധിക്കുന്നു. ഒരു 10 പേർ ഒന്നിച്ചൊരു വിഷയത്തെ ഹാൻഡിൽ ചെയ്യുമ്പോൾ 10 ആംഗിളിലായിരിക്കും കാണുക. അപ്പോൾ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുവാനുള്ള നമ്മുടെ കഴിവ് 10 മടങ്ങ് വർദ്ധിക്കും. നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻസ് 10 മടങ്ങ് വർദ്ധിക്കും എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് റെസിലിയൻസ് ഉള്ളവർ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം മറ്റുള്ളവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തീരുമാനമെടുക്കും. നല്ല ശാരീരിക ആരോഗ്യം, നല്ല മാനസികാരോഗ്യം, വ്യായാമം, മെഡിറ്റേഷൻ പോലെയുള്ളവ, സാമൂഹികമായി ഉള്ള ഇടപെടലുകൾ, പിന്നെ ഒരുപാട് നല്ല രീതിയിലുള്ള ചിരികൾ, നല്ല വർത്തമാനങ്ങൾ, ഇതെല്ലാം ഒരു വ്യക്തിയുടെ റെസിലിയൻസ് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസിലിയൻസിനെ കുറിച്ചുള്ള എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു, നിങ്ങൾക്കത് നല്ല രീതിയിൽ മനസ്സിലായി എന്ന് തോന്നുന്നു. റെസിലിയൻസ് വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ റെസിലിയൻസ് വർദ്ധിപ്പിക്കുവാനായി പ്രത്യേകിച്ച് ട്രെയിനിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. അത് നമുക്ക് ചെയ്യാവുന്നതാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ റെസിലിയൻസ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. കാരണം റെസിലിയൻസ് ഒരിക്കലും ജനിക്കുമ്പോൾ കിട്ടുന്നതല്ല, നമ്മളത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അതിന് സാഹചര്യങ്ങളും പരാജയങ്ങളും
കഷ്ടപ്പാടുകളും കഷ്ടതകളും എല്ലാം കാരണമായി വരും എന്നർത്ഥം. ഓരോന്നിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് റെസിലിയൻസ്. ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. നമസ്കാരം.